സ്പിരിച്വൽ സയന്റിസ്റ്റിനെ പരിചയപ്പെട്ടിട്ടുണ്ടോ? ആത്മീയ ആചാര്യന്മാരെ അടുത്ത് പരിചയപ്പെടാൻ ധാരാളം അവസരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ടാവാം. എന്നാൽ ഒരു സ്പിരിച്വൽ സയന്റിസ്റ്റിനെ അടുത്ത് പരിചയപ്പെടാൻ അവസരം ഒരുക്കുകയാണ് ലേഡീസ് കോർണർ ചാറ്റ് സോണിലൂടെ. ചാറ്റ് സോണിലെ ഇന്നത്തെ നമ്മുടെ അതിഥി മൈൻഡ് പവർ ട്രെയിനറും കൗൺസിലറും സ്പിരിച്വൽ സയന്റിസ്റ്റുമായ സരിത ബെൻ ആണ്. നമസ്കാരം. മൈൻഡ് പവർ ട്രെയിനർ എന്നാണല്ലോ പറഞ്ഞത്. അത് കേൾക്കുമ്പോൾ ഞാൻ അത്തരം ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ധാരാളം സംശയങ്ങളുണ്ട്. ഈ മൈൻഡ് പവർ ട്രെയിനിങ് എന്ന് പറയുമ്പോൾ മനസ്സിന് ബലമില്ലാത്ത ആളുകളെ മനസ്സിന് ബലപ്പെടുത്തുകയോ അല്ലെങ്കിൽ നമുക്ക് നമ്മളുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാത്തവർക്ക് കൺട്രോൾ ചെയ്യാനുള്ള ഒരു പവർ കൊടുക്കുക എന്നൊക്കെ എനിക്ക് തോന്നുന്നത്. എന്തിനാണ് ആക്ച്വലി നമ്മൾ ഈ ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്നത്? മൈൻഡ് പവർ ട്രെയിനിങ് യൂഷ്വലി നമ്മൾ മൈൻഡ് പവർ സൈക്കോളജി ഇതൊക്കെ കേൾക്കുമ്പോൾ മനസ്സിന് എന്തെങ്കിലും ഡീപ്പായിട്ടുള്ള പ്രോബ്ലംസ് ഉള്ളവരാണ് ഇതുപോലത്തെ കോഴ്സിന് പോവാന്നാണ് പൊതുവെയുള്ള ധാരണ. പക്ഷെ എന്നാൽ അങ്ങനെയല്ല. ഡീപ്പായിട്ടുള്ള പ്രോബ്ലം ഉള്ളവരല്ല മൈൻഡ് പവർ ട്രെയിനേഴ്സ് ഹാൻഡിൽ ചെയ്യുന്നത്. ജനറലി ഉള്ള വ്യക്തികൾക്കും മൈൻഡുമായിട്ട് റിലേറ്റ് ചെയ്ത് ചെറിയ ചെറിയ ഇഷ്യൂസ് ഉണ്ടാവാം. ദാറ്റ് മേ ലീഡ് ടു വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് വീട്ടിലൊരു ചെറിയ ഇഷ്യൂ, മേ ബി ഒരു കുഞ്ഞിനെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യണമെന്നൊരു ന്യൂ കപ്പിൾ ഫസ്റ്റ് ബേബിനെ ഹാൻഡിൽ ചെയ്യുന്ന ഇഷ്യൂ അറിയില്ല. ചെറിയൊരു പോയിന്റ് ആയിരിക്കും ആ കുഞ്ഞിൽ കൊടുക്കാതെ വളർത്തിക്കൊണ്ട് വരുന്നത്, അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്യാതെ. മേ ബി ചൈൽഡിന് ചെറിയൊരു ഇൻസെക്യൂരിറ്റി ഫീലിങ്ങോ എന്തെങ്കിലും. ഈ കുട്ടി വളർന്ന് ഒരു 40 years ആകുമ്പോഴും ഇതേ ഇൻസെക്യൂരിറ്റി ഫീലിങ്ങോടെ എല്ലാ ഏരിയാസിലും, ആ കുട്ടി ബിസിനസ്സിൽ ചെയ്താലും എന്തൊരു ഏരിയയിൽ പോയാലും ഇതിങ്ങനെ റിഫ്ലക്ട് ചെയ്തുകൊണ്ടിരിക്കും. സോ ബേസിക്കലി ഏതൊരു ഏജ് ഗ്രൂപ്പിലായാലും ഇത് നമ്മൾ റൂട്ട് കോസ് ഐഡന്റിഫൈ ചെയ്ത് അത് പുറത്തെടുത്ത് മാറ്റുന്നതാണ് ആക്ച്വൽ മൈൻഡ് പവർ ട്രെയിനിങ് ചെയ്യുന്നത്. ഇതിനെന്തെങ്കിലും ഏജ് ഗ്രൂപ്പ് ഉണ്ടോ? അതായത് ഇപ്പൊ കുട്ടിയുടെ കാര്യം പറഞ്ഞു, പേരൻസിന്റെ കാര്യം പറഞ്ഞു, അങ്ങനെ ഏത് ഏജ് ഗ്രൂപ്പിലാണ് ഇത് ചെയ്യുന്നത്? ആക്ച്വലി എൻ്റെ ട്രെയിനിങ്സിൽ ഞാൻ 13 years പ്ലസ് ഉള്ള കുട്ടികളെയാണ് അലൗ ചെയ്യാറ്. കാര്യം അതിനകത്ത് ഒരുപാട് തിയറി പാർട്ടുണ്ട്. പിന്നെ കുട്ടികളായാലും മുതിർന്നവരായാലും പ്രാക്ടീസ് ചെയ്യാനുണ്ട്. 13 years മുകളിലോട്ടുള്ള ഏത് ഏജ് ഗ്രൂപ്പും 72 years വരെയുള്ള ആൾക്കാരൊക്കെ ട്രെയിനിങ്ങിന് വന്ന് കണ്ടിട്ടുണ്ട്. പലരും കൗൺസിലിങ്ങിന് വിളിച്ച് ചോദിക്കാറുണ്ട്, 10 വയസ്സുള്ള കുട്ടിയെ കൊണ്ടുവന്നോട്ടെ, 8 വയസ്സുള്ള കുട്ടിയെ കൊണ്ടുവന്നോട്ടെ എന്ന്. കൊണ്ടുവരാം, പക്ഷേ പേരൻസ് കൂടി വരണം. ബിക്കോസ് ആ കുട്ടിക്ക് തനിയായിട്ട് ചെയ്യാൻ ടാസ്കുകളൊക്കെ തനിയായിട്ട് ചെയ്യാൻ പറ്റില്ല, പേരൻസിന്റെ കൂടെ ഹെൽപ്പ് വേണ്ടി വരും. സോ പേരൻസ് ഓൾസോ ഷുഡ് നോ ഹൗ ടു ഹാൻഡിൽ ദ ചൈൽഡ്. ഇപ്പൊ കൗൺസിലിംഗിന്റെ കാര്യം പറഞ്ഞു, അതുപോലെ ട്രെയിനിങ്ങിന്റെ കാര്യം പറഞ്ഞു. ഈ രണ്ടും തമ്മിൽ എന്താ ഡിഫറൻസ് ഉള്ളത്? ട്രെയിനിങ് എന്ന് പറയുന്നത് എങ്ങനെയാ, ഒരു കൂട്ടം ആൾക്കാരെ എങ്ങനെയത്? അതെ, ട്രെയിനിങ് ജനറലി ചിലപ്പോൾ 10 വരെ ഓഡിയൻസ് മാത്രം ഹാൻഡിൽ ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ട്. അത് കുറച്ചുകൂടി ഡീപ്പായിട്ടുള്ള ഇൻറ്റൻസ് ആയിട്ടുള്ള പ്രോഗ്രാം ആയിരിക്കും. 300 ആൾക്കാർ വരെ അറ്റ് എ ടൈം ഹാൻഡിൽ ചെയ്തിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. സോ ദാറ്റ് വിൽ ബി ജനറലി ഓൺ മൈൻഡ് പവർ. ആൾക്കാരെക്കാളും മണിക്കൂറുകളാണ് ഇതിനകത്ത് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു ഘടകം. ഒരു 8 മണിക്കൂറെങ്കിലും മിനിമം, മേ ബി 1 day ട്രെയിനിങ് നമുക്ക് പറയാം, 8 hours എങ്കിലും മിനിമം വേണം മൈൻഡ് പവറിന്റെ ബേസിക്സ് മനസ്സിലാക്കാൻ. ഞാൻ അതിനെ ലെവൽ 1 എന്നാണ് വിളിക്കുക. അത് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ എന്റെ ലെവൽ 2 എൻട്രി ഉള്ളൂ. ശരി, പല ലെവലുണ്ട്. എത്ര ലെവൽ വരെ പോകും? ഇപ്പൊ 4 levels വരെയാണ് ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എങ്ങനെയാ ഈ കൗൺസിലിംഗ് എന്ന് പറയുമ്പോ എങ്ങനെ ഓരോരുത്തരെ ഇൻഡിവിജ്വൽ ആയിരിക്കും? അത് ഓരോ വ്യക്തികളുടെ, ഒരുപക്ഷെ മൈൻഡ് പവർ ട്രെയിനിങ് കഴിയുമ്പോൾ ചില വ്യക്തികൾ പറയാറുണ്ട്, എനിക്ക് ഇന്നൊരു പേഴ്സണൽ ഇഷ്യൂ ഉണ്ട്, അത് മൈൻഡ് പവർ ട്രെയിനിങ്ങിൽ കൂടെ ഉത്തരം കിട്ടിയിട്ടില്ല, സോ ദേ മേ കം ഫോർ കൗൺസിലിംഗ്. അല്ല, ചിലർ കൗൺസിലിംഗ് വരുമ്പോൾ ഞാൻ പറയും ഡെഫിനറ്റ്ലി മൈൻഡ് പവർ ട്രെയിനിങ്ങിലുണ്ട് ഈ ഒരു പ്രോഗ്രാം. ഞാൻ ലെവൽ 1 മാത്രമേ ആൾക്കാരോട് അറ്റൻഡ് ചെയ്യാൻ പറയാറുള്ളൂ. ബിക്കോസ് എനിക്കറിയാം അതിനകത്ത് ഓൾമോസ്റ്റ് ഒരുവിധമുള്ള ഇഷ്യൂസ് പോവും. പിന്നെ ഇതിലോട്ട് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണ് ശരിക്കും റിസൾട്ട് കിട്ടി നന്നായിട്ട് മോട്ടിവേറ്റഡ് ആൾക്കാർ, ദേ കണ്ടിന്യൂ വിത്ത് ദി ലെവൽ 2 and level 3 and I also direct them to other trainers as well. ഇപ്പൊ എനിക്കൊരു പോർട്ട്ഫോളിയോ, എനിക്കൊരു കീ ഏരിയ ഉണ്ട്, അത് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ I can suggest them to many other trainers as well. നമ്മൾ പറയാറുണ്ട് ഒരുപാട് പേർക്ക് കൗൺസിലിംഗ് ആവശ്യമായിട്ട് വരാറുണ്ട് നമ്മുടെ നാട്ടിലെ കുട്ടികൾ മുതൽ വിവാഹിതരായ ആളുകൾക്ക്. അങ്ങനെ ഏതെല്ലാം ഏജ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ഏതെല്ലാം ടൈപ്പ് ഓഫ് ആളുകൾക്കാണ് ഇപ്പൊ കൗൺസിലിംഗ് കൊടുത്തോണ്ടിരിക്കുന്നത്? എനിക്ക് ഏറ്റവും ഇഷ്ടം കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിലും അതിന് പല ലിമിറ്റേഷൻസ് ഉണ്ട്. എന്നാലും 8 വയസ്സുള്ള കുട്ടികൾ മുതൽ ഇപ്പോൾ എടുത്തു തുടങ്ങിയിട്ടുണ്ട്. അതിൽ ചെറിയ കുട്ടികളെ യൂഷ്വലി ഞാൻ ഹാൻഡിൽ ചെയ്യാറില്ല. പക്ഷേ കൂടുതൽ കണ്ടുവന്നിട്ടുള്ളത് കപ്പിൾ കൗൺസിലിംഗ് ആണ്. അത് ഒരുപാട് നമ്പർ ഓഫ് ആൾക്കാർ വന്നിട്ടുണ്ട്. ചിലപ്പോൾ
ഒരു ലേഡി ആയിരിക്കും, ഉദാഹരണത്തിന് ഒരു ലേഡി ആദ്യം വന്നു, അതിനുശേഷം അവർ മൈൻഡ് പവർ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തു ആൻഡ് ഷീ ഗോട്ട് എ വെരി പോസിറ്റീവ് ചേഞ്ച്. ഒരു 4 മാസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം രാവിലെ അപ്പോയിൻമെന്റ് ഫിക്സ് ചെയ്ത് ഹസ്ബൻഡ് വന്നു. ആള് പറയണത് ഞാനിപ്പോൾ പറയുന്നതിനൊന്നും ആള് റിയാക്ട് ചെയ്യുന്നില്ല, ആളാകെ പോസിറ്റീവ് ആയിപ്പോയി, എനിക്ക് പറ്റണില്ല ഹാൻഡിൽ ചെയ്യാൻ. ഞാൻ പറഞ്ഞ 2 രീതിയുണ്ട്, ഒന്നുമില്ലെങ്കിൽ വൈഫിനെ പഴയ പോലെ നമുക്ക് നെഗറ്റീവ് ആക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആക്കാം. സോ ഹി ഓപ്റ്റഡ് ഫോർ ദ സെക്കൻഡ് വൺ. അങ്ങനെ ഇതേ സ്റ്റെപ്സ് ആ വ്യക്തിയും അണ്ടർഗോ. നൗ ദേ ആർ ഹാവിങ് എ വെരി 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 ഹാപ്പി ലൈഫ്. നമ്മള് പോസിറ്റീവ് അല്ലാത്തതാണോ വീട്ടിലെല്ലാ പ്രശ്നങ്ങളുടെയും കാരണം? ഈ നോർമലി ഇപ്പൊ കൂടുതലായിട്ട് ആളുകൾ കേൾക്കുന്ന കുറച്ച് വാക്കുകളാണ് പോസിറ്റീവ് എനർജി, പോസിറ്റീവ് വൈബ്സ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പോസിറ്റിവിറ്റിയെ കുറിച്ച് നമ്മൾ ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ പറയുന്നവരിൽ 50% ആളുകൾക്കും എന്താണ് ഈ സംഭവം എന്ന് അറിയില്ല. ആക്ച്വലി എന്താണ് ഈ പോസിറ്റിവിറ്റി? അതാണ് ഈ പോസിറ്റീവ് അല്ലാത്തതാണോ നമ്മുടെ എല്ലാവരുടെയും പ്രശ്നം? പോസിറ്റീവ് എനർജി ഇസ് ഡിഫറെന്റ്. ബട്ട് ഇപ്പൊ നേരത്തെ പറഞ്ഞ ആ കോണ്ടെക്സ്റ്റിൽ പറയാണ്, എന്താ പലരും നെഗറ്റീവാണ് അല്ലെങ്കിൽ ജീവിതം പോസിറ്റീവായിട്ട് കാണാൻ പറ്റുന്നില്ല. വെൻ യു ലിവ് ആസ് എ കപ്പിൾ, അതിനകത്ത് ആക്ച്വലി 2 വ്യക്തികൾ പോസിറ്റീവ് അല്ലാത്തതല്ല ഇഷ്യൂ, അവരുടെ ബ്ലൂ പ്രിന്റ് മാച്ച് ആവാത്തതാണ് ഇഷ്യൂ. അതായത് ഒരു പെൺകുട്ടിയെ വളർത്തിക്കൊണ്ട് വരുന്നത് 80% നമ്മൾ സ്പെൻഡ് ചെയ്യുക, 20% സേവ് ചെയ്യാന്നായിരിക്കും. മറ്റൊരു ആൺകുട്ടിയെ വളർത്തിക്കൊണ്ട് വരുന്നത് 80% നമ്മൾ സേവ് ചെയ്യുക, 20% മാത്രം എക്സ്പെൻസ്. ബട്ട് അതും നല്ല കോസ്റ്റ്ലി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഐറ്റം. സോ ദാറ്റ് ഈസ് ദ ഡീപ് കോർ ബ്ലൂ പ്രിന്റ് ഇൻസൈഡ് ദ മൈൻഡ് ഓഫ് എ ബിലീഫ് സിസ്റ്റം. കോർ ബിലീഫ് സിസ്റ്റം ആണ്. ഇവർ രണ്ടുപേരും മാരേജ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഇഷ്യൂസ് തുടങ്ങും. കാര്യം ഈ കുട്ടി സ്പെൻഡ് ചെയ്ത് തുടങ്ങുമ്പോഴെല്ലാം ഹസ്ബൻഡിന്റെ മനസ്സിൽ മണി എന്ന് പറയുന്നത് സെക്യൂരിറ്റിയാണ്. അപ്പോൾ സ്പെൻഡ് ചെയ്യുമ്പോഴെല്ലാം ക്വസ്റ്റ്യൻ ചെയ്യും. അപ്പോൾ ആ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം മണി എന്ന് പറയുന്നത് ഫ്രീഡം ആണ്. അത് ആ ചെറുപ്പത്തിലേ ഉള്ള അപ്ബ്രിങ്ങിങ് ആണ്. ഇതുപോലെ റിലേഷൻഷിപ്പിലുണ്ട്, കരിയറിലുണ്ട്, ഹെൽത്തിലുണ്ട്, വെൽത്തിലുണ്ട്. സോ ടോട്ടലി ഡിഫറെന്റ് ബ്ലൂ പ്രിന്റ് ആയിട്ടാണ് 2 വ്യക്തികൾ കൂടുന്നത്. സെയിം ഇഷ്യൂ ഓഫീസിലും ഫാമിലിയിലും എല്ലായിടത്തും ബ്ലൂ പ്രിന്റ് തമ്മിലുള്ള ഏറ്റക്കുറച്ചിലുകളാണ് വ്യത്യാസം. സോ വെൻ ദേ കം ഫോർ എ മൈൻഡ് പവർ ട്രെയിനിങ്, അവർക്ക് മനസ്സിലാകും ഇതാണ് ബ്ലൂ പ്രിന്റ്, ഇന്ന വ്യക്തിയുടെ ബ്ലൂ പ്രിന്റ് എന്നിൽ നിന്ന് ഡിഫറെന്റ് ആണ്. സോ ദേ കൻ മാനേജ് ഇറ്റ്. ദാറ്റ്സ് വാട്ട് the whole idea is about. എന്തൊക്കെ യൂഷ്വലി വരുന്ന പ്രോബ്ലംസ് എന്തൊക്കെ? ഇപ്പൊ കല്യാണം കഴിച്ച ആളുകൾ ഇത്തരം ചേർച്ചക്കുറവ്, ഈ പറഞ്ഞ പോസിറ്റീവ് ആയിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ കൗൺസിലിങ്ങിന് വരാറുണ്ടല്ലോ. മെയിൻലി അവരുടെ ഇഷ്യൂസ് എന്തൊക്കെയാണ്? യൂഷ്വലി എടുത്തു പറയാൻ പറ്റുന്ന 1-2 ഇഷ്യൂസ് എന്തൊക്കെയാണ്? നേരത്തെ പറഞ്ഞ പോലെ ബ്ലൂ പ്രിന്റ് മിസ്മാച്ച് ആണ് ദ മെയിൻ ത്രെഡ് എന്ന് പറയാം. അതിനകത്തുള്ള ഡിഫറൻസസ് ആണ്. ഫോർ എക്സാമ്പിൾ, വളരെ കെയറിങ് ആയിട്ട് വളർന്ന് അച്ഛൻ വളരെ പ്രൊട്ടക്റ്റീവായിട്ട് വളർത്തിയ ഒരു പെൺകുട്ടി എപ്പോഴും ഹസ്ബൻഡിൽ നിന്ന് അതാണ് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുക. സോ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചിലപ്പോൾ അങ്ങനെയല്ലായിരിക്കും. മേ ബി മദർ ഇസ് വെരി സ്ട്രോങ്, വെരി ഇൻഡിപെൻഡന്റ്. മേ ബി ഫാദർ എബ്രോഡ് ആണ്, അപ്പോൾ മദർ ഭയങ്കര ഇൻഡിപെൻഡന്റ് ആയിരിക്കും. ആ രീതിയിൽ വളർന്ന ഒരു വ്യക്തി സ്ത്രീ എന്ന് പറയുന്ന കോൺസെപ്റ്റ് തന്നെ വെരി ഇൻഡിപെൻഡന്റ്. അപ്പോൾ ഈ ഡിപെൻഡന്റ് ആവാൻ ശ്രമിക്കുമ്പോൾ ഇൻഡിപെൻഡൻസിയുടെ ആ ഐഡിയയും കൂടെ വരുമ്പോൾ ദർ ഇസ് എ ടോട്ടൽ ക്ലാഷ്. ഒന്ന് പറയും എന്നെ കെയർ ചെയ്യുന്നില്ല, എന്നെ ഇഷ്ടമല്ല, എന്നെ ലവ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതാണ് ഇതിന്റെ റൂട്ട് കോസ് എന്ന് തിരിച്ചറിയിപ്പിച്ചു കൊടുക്കുമ്പോൾ then their life start changing. I train husbands to become more expressive so that ladies adana കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നത്, കെയർ ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ആൻഡ് ഐ ട്രെയിൻ ലേഡീസ് ടു ബിക്കം മോർ സപ്പോർട്ടീവ്. ഇപ്പൊ അതേ ഒരു ക്ലാസ്സിലൊന്നും പോകണ്ട, ചെറിയൊരു ടിപ്പ് ഇവിടെ തന്നെ കിട്ടിയില്ലേ? ഇടയ്ക്കൊക്കെ ഭാര്യയോട് പറയാ സുന്ദരിയാണ് എന്ന് പറയാ, ഭാര്യ അതുപോലെ തന്നെ സപ്പോർട്ട്. സാരില്ല ചേട്ടാ, എല്ലാം ശരിയാവും അല്ലേ? അതല്ല ഉദ്ദേശം. ഓൾമോസ്റ്റ് ദാറ്റ് അഗെയിൻ ദർ ഇസ് എ ഡിഫറൻസ്. നമ്മൾ ലവ് എക്സ്പ്രസ് ചെയ്യുന്ന രീതി 3 രീതിയിലായിരിക്കും ഒരു വ്യക്തി എടുക്കുന്നത്. ഇപ്പോൾ ദിവ്യ ഉണ്ട്, ഞാനുണ്ട്. ഐ മേ ബി മോർ കിനസ്തെറ്റിക് പേഴ്സൺ, യു മേ ബി മോർ എ വിഷ്വൽ പേഴ്സൺ, സംബഡി എൽസ് മേ ബി മോർ എ ഓഡിറ്ററി പേഴ്സൺ. അപ്പോൾ കിനസ്തെറ്റിക് ആയിട്ടുള്ള വ്യക്തിയാണെങ്കിൽ വി നീഡ് ടച്ച്. അപ്പോൾ വാക്കുകൾ കൊണ്ട് പറയുന്നതൊന്നും സ്വീകരിക്കുന്നില്ല. അപ്പം ടച്ച് ഒക്കെ ചെയ്ത് ഓക്കെ സുഖാണോ, ഹൗ ആർ യു. സോ ആ ടച്ച് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് ചൈൽഡിനായാലും എത്ര പ്രായമുള്ള ആൾക്കാണ്, ഇഫ് ദാറ്റ് പേഴ്സണാലിറ്റി ഈസ് കിനസ്തെറ്റിക്, അങ്ങനെ ആയിരിക്കണം സ്നേഹം കൊടുക്കേണ്ടത്. അതേസമയം വിഷ്വൽ ആണെങ്കിൽ വി ഹാവ് ടു ഗിവ് ഗിഫ്റ്റ്സ്, നല്ല നല്ല കാര്യങ്ങൾ കാണിച്ച് സിനിമ കാണാൻ കൊണ്ടുപോകുക. അപ്പോൾ വിഷ്വലിൽ കൂടെയാണ് ഒരു വ്യക്തി ആക്സെപ്റ്റ് ചെയ്യുന്നത്. ഓ, ഇന്ന ആൾക്ക് എന്നോട് സ്നേഹമുണ്ട്. ദാറ്റ് ഈസ് ദ വേ. അപ്പോൾ അതും കൂടി അറിഞ്ഞാൽ then it is easy. ഇതെല്ലാം കൂടെ ഒരുമിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നമില്ലല്ലോ. ഇല്ല, അതാണ് ഏറ്റവും നല്ലത് പറയാ. കുട്ടികളിൽ എന്താ നോർമലി അവർക്ക് എന്താണ് പ്രോബ്ലം? ഇപ്പൊ വർക്കിംഗ് ആയിട്ടുള്ള പേരൻസ് ആണോ അവരുടെ ഏറ്റവും വലിയ പ്രോബ്ലം ഇപ്പോഴും കണ്ടുവരുന്ന കുട്ടികളുടെ? ആക്ച്വലി വർക്കിംഗ് ആയിട്ടുള്ള പേരൻസിന്റെ അല്ല പ്രോബ്ലം.
അവർക്ക് ക്വാളിറ്റി ടൈം കൊടുക്കാത്തതാണ് പ്രോബ്ലം. ക്വാണ്ടിറ്റി ഓഫ് ടൈം അല്ല ഇമ്പോർട്ടൻറ്റ്, ദ ക്വാളിറ്റി ഓഫ് ടൈം. കുട്ടികൾ മേ ബി 2 മണിക്കൂർ ആഴ്ചയിൽ കൊടുക്കാൻ ഏത് പേരൻറ്റിനും പറ്റും. ഒരു 6 മണിക്കൂർ കൊടുക്കാൻ ചിലപ്പോൾ പറ്റുമായിരിക്കും. അതിൽ കൂടുതലായിരിക്കും ഒരു പക്ഷേ വർക്കിംഗ് പാരൻസിന് ബുദ്ധിമുട്ട്. ആ ക്വാളിറ്റി ടൈം ഫോണൊക്കെ സ്വിച്ച് ഓഫ് ചെയ്ത് വാട്സപ്പ് ഒന്നും നോക്കാതെ അവരുടെ കൂടെ ഇരുന്ന് അവരുടെ കാർട്ടൂൺ ചാനൽ കണ്ട്, യുനോ ബേസിക്കലി വി ഡോണ്ട് നോ ആസ് പേരൻസ് ഏത് കാർട്ടൂണാണ് അവർ കാണുന്നത്, അതിന്റെ ക്യാരക്ടേഴ്സ് എന്താണ്. സോ കുഞ്ഞുങ്ങളുടെ വേൾഡിൽ അതൊക്കെയാണ് ഡിസ്കഷൻ. സോ വി നീഡ് ടു ബിക്കം വൺ എമംഗ് ദം ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇസ് പോക്കിമോൻ, അതെന്താണ്. സോ എൻ്റെ കുട്ടികളുടെ അടുത്ത് ഞാൻ പറയാറുണ്ട്, ഐ ഡോണ്ട് ലൈക്ക് ദിസ് കാർട്ടൂൺ, ചേഞ്ച് ഇറ്റ്. അപ്പോൾ അവരെൻ്റെ അടുത്ത് തല്ലു പിടിക്കുക അതിന്റെ പേര് പറഞ്ഞു. സോ ദാറ്റ് ഈസ് അഗൈൻ ഫൺ. ഐ എം ബിക്കമിങ് എ കൈൻഡ് ഓഫ് സിബ്ലിംഗ്. ഒരു പെങ്ങളെ പോലെ അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറും കൂടെ കുട്ടികളുടെ അടുത്ത് ചെയ്യുമ്പോൾ ഇപ്പൊ കോമൺ ചാനൽ വെക്കാനും അവർക്കറിയാം, കാർട്ടൂണിൽ തന്നെ. സോ ഐ ഹാവ് ടു എൻജോയ് കാർട്ടൂൺ ആസ് വെൽ. ഓക്കെ, ഇപ്പൊ ഇത്രയും പറഞ്ഞപ്പോ കൗൺസിലിംഗ് ഇപ്പോ അതുപോലെ തന്നെ മൈൻഡ് ട്രെയിനിങ് എല്ലാം നമുക്ക് ഇവിടെ ആവശ്യമാണ് എന്ന് മനസ്സിലായി. നമ്മൾക്ക് മുമ്പുണ്ടായിരുന്ന ഒരു ജനറേഷൻ ഉണ്ടായിരുന്നു, അവർക്ക് ലൈക്ക് അവരും അന്ന് ലൈഫിൽ ഒരുപാട് സക്സസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. എനിക്ക് തോന്നുന്നില്ല അബ്ദുൽ കലാം ഒന്നും ഇതൊന്നും അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും, ബിക്കോസ് ഹി ഈസ് എ വെരി സക്സസ്ഫുൾ മാൻ അല്ലേ. അപ്പോ അന്നത്തെ കാലത്ത് ഇല്ലാത്തൊരു ട്രെയിനിങ്ങിന്റെ ആവശ്യകത ഇന്നത്തെ കാലത്ത് എന്താണ്? അന്നത്തെ ആൾക്കാരെ പോലെയൊക്കെ തന്നെയല്ലേ നമ്മളും വളരുന്നത്? ഇത് ഇവിടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഫേമസ് ആയിട്ടുള്ള ഒരുപാട് വ്യക്തികളെ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ അനുഭവിച്ചിട്ടുള്ളവരാണ് സക്സസ്ഫുൾ ആയിട്ടുള്ളത്. ആരുടെ ഓൾമോസ്റ്റ് ഒരു ഏത് കാറ്റഗറി എടുത്താലും, ടേക്ക് ദ ബില്യനേഴ്സ്, ടേക്ക് ദ ഫ്രീഡം ഫൈറ്റേഴ്സ്, ടേക്ക് എനി ഏരിയ, ഏതെടുത്താലും കഷ്ടപ്പാടുകളിലൂടെ വിസ്ഡം എടുത്ത് ലെസൺ എടുത്താണ് ആ ഒരു കാറ്റഗറി ഓഫ് ആൾക്കാർ സക്സസ്ഫുൾ ആയിട്ടുള്ളത്. ആ കാലത്തും ഒരുപാട് പേര് അറിയാതെ പോയി, അറിയപ്പെടാതെ പോയി. അവരും ഇതേപോലെ ലൈഫിൽ നെഗറ്റീവ് ഫേസ് ചെയ്തു, പക്ഷെ അത് കഴിഞ്ഞിട്ട് ഗ്രാഫ് താഴോട്ടാ പോയത്, അവരെ ലോകം അറിഞ്ഞില്ല. അതേസമയം ഇവര് അതിന്റെ വിസ്ഡം എടുത്ത് എല്ലാം പോസിറ്റീവായിട്ട്, നേരത്തെ പറഞ്ഞ പോസിറ്റിവിറ്റി ഓരോ കാര്യത്തിനും കണ്ട്, ഒരാൾ ഹേർട്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ ഓക്കെ എൻ്റെ ഈഗോ അല്ല ഹേർട്ട് ആവേണ്ടത്, അതിൽ നിന്നൊരു വിസ്ഡമാണ് ഞാൻ എടുക്കേണ്ടത്, അങ്ങനെ പടിപടിയായിട്ട് ഉയർന്നിട്ടുള്ള ആൾക്കാരാണ് ഫേമസ് ആയിട്ടുള്ളത്. അപ്പോൾ സോ കോമൺ ആയിട്ട് നമ്മൾ ട്രെയിനിങ് കൊടുക്കുമ്പോൾ ഇറ്റ് ഈസ് ബിക്കമിങ് പോസിബിൾ ഫോർ എവ്രിബഡി, എല്ലാവർക്കും അത് സാധ്യമാണ് ഒരു ലെവൽ ഓഫ് ലൈഫ് എങ്കിലും പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാൻ. അതാണ് മൈൻഡ് പവറിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു തീം. ഇപ്പൊ എല്ലാവർക്കും പരസ്പരം ചേർന്ന് പോകാനായിട്ട് ബുദ്ധിമുട്ടാന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ കോർപ്പറേറ്റ്സിലൊക്കെ ആദ്യം തന്നെ ഒരു എന്താ പറയുക ടീം വർക്കിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ഇത്തരം ക്ലാസ്സുകളും ഇത്തരം സെഷൻസ് ഒക്കെ വെക്കുന്നത്. അതുകൊണ്ടാണ്, അതായത് ഓരോരുത്തരുടെ ഈഗോ അങ്ങനെ നെഴിച്ച് അല്ലെങ്കിൽ മുഴച്ചു നിൽക്കുന്നതുകൊണ്ടാണോ ഇത്തരം കാര്യങ്ങളുടെയൊക്കെ ആവശ്യകത വരുന്നത്? ഇപ്പോൾ കറക്റ്റാണ് ദിവ്യ ഒരു പരിധി വരെ. കാര്യം ഒരു കോർപ്പറേറ്റിൽ ഇഷ്യൂ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ലെറ്റ് us take one particular issue, that is EQ, ഇമോഷണൽ കോഷ്യന്റ് കുറവുള്ളവരാണ് പ്രോബ്ലംസ് മിക്കപ്പോഴും ഏത് മേഖലയിലാണെങ്കിലും ഉണ്ടായിക്കൊണ്ടിരിക്കുക. അത് വീട്ടിലാണെങ്കിലും, ഹോം ഈസ് ഓൾസോ എ ടീം. അപ്പോൾ വേറെ പുറത്ത് ഓഫീസിലെ ടീമാണെങ്കിലും EQ കുറവാണ് ഇതിന്റെ റീസൺ. EQ കൂട്ടാൻ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. EQ കുറവാണെങ്കിൽ അതിനകത്ത് ഒരു ക്യാരക്ടർ പറയുകയാണെങ്കിൽ, ജനറലി ഇവിടെ അപ്രീഷിയേറ്റ് ചെയ്യാൻ ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. ദിവ്യ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, എന്തുകൊണ്ട് ഇപ്പോൾ ദിവ്യ നന്നായിട്ട് ഡ്രസ്സ് ചെയ്തിരിക്കണം, യു ലുക്ക് ബ്യൂട്ടിഫുൾ, അല്ലെങ്കിൽ നന്നായിട്ടുണ്ട്, അതൊരു നല്ല സെൻസിൽ എന്തുകൊണ്ട് പറഞ്ഞുകൂടാ? ദിവസത്തിൽ എത്ര അപ്രീസിയേഷൻ നമുക്ക് കിട്ടുന്നുണ്ട്, എത്ര അപ്രീസിയേഷൻ കൊടുക്കുന്നുണ്ട്? അതായത് ഇപ്പോൾ ഒരു മോട്ടിവേഷണൽ സെഷനകത്ത് ഓക്കെ യു ആർ ഗുഡ് അങ്ങനെ പറയുന്നതല്ല, ജനറലി നമ്മൾ ലൈഫിൽ ഡേ ടു ഡേ ലൈഫിൽ അപ്രീസിയേഷൻ കൊടുക്കൽ വാങ്ങൽ വളരെ കുറവായിട്ടാണ് കണ്ടിട്ടുള്ളത്. പാശ്ചാത്യ രീതിയിലുള്ള ഭക്ഷണമാണെങ്കിലും ഡ്രസ് ആണെങ്കിലും ഒക്കെ നമ്മൾ അനുകരിക്കുമെങ്കിലും നല്ല കാര്യങ്ങൾ അംഗീകരിക്കാൻ പ്രയാസമാണ് മലയാളികൾക്ക് എസ്പെഷ്യലി, അല്ലേ? ദാറ്റ്സ് വെരി ട്രൂ. രണ്ടും വേണം. നമ്മൾ അപ്രീസിയേഷൻ കൊടുക്കുകയും വേണം, കൊടുക്കുന്ന ആളത് പ്രോപ്പറായിട്ട് റിസീവ് ചെയ്യാൻ വേണം. ഒരു ചെറിയ ഉദാഹരണമാണ്, ഇപ്പോൾ നല്ല ഡ്രസ്സാണ് എന്ന് പറയുമ്പം ഇത് 500 രൂപയുള്ളൂ എന്ന് പറയുന്നത് ആ അപ്രീസിയേഷനെ റിജക്ട് ചെയ്യുന്നത് പോലെയല്ലേ. സോ ആര് അപ്രീസിയേഷൻ തന്നാലും അത് ജെന്യൂൻ ആയിട്ടുള്ള അപ്രീസിയേഷൻ ആണെങ്കിൽ യു ജസ്റ്റ് ഹാവ് ടു സേ താങ്ക് യു, അത്രയും മതി. ആ ഒരു കൾച്ചർ നമ്മൾ ഇനിയും ഡെവലപ്പ് ചെയ്യേണ്ടിയിരിക്കുന്നു. എഗെയിൻ അപ്രീഷിയേറ്റ് ചെയ്യുന്ന വ്യക്തിയുടെയും കേൾക്കുന്ന വ്യക്തിയുടെയും ബ്രെയിനിൽ ഡോപ്പാമൈൻ, സെറോട്ടോണിൻ, ഓക്സിറ്റോസിൻ, ഈ പോസിറ്റീവ് കെമിക്കൽസ് എല്ലാം സെക്രീറ്റ് ചെയ്യപ്പെടും. ദാറ്റ്സ് വെരി ഹെൽത്തി ആൻഡ് ഗുഡ് ഫോർ അസ്. അപ്പൊ ഈ പറഞ്ഞ അതേ സംഭവം തന്നെ, അതായത് പുറം രാജ്യത്ത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഫോറിനേഴ്സിന് എന്തൊരു കാര്യം പറഞ്ഞാൽ അതിന്റെ ആ പോസിറ്റീവ് സെൻസിൽ എടുക്കാനായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അവർക്കുണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ നാട്ടില് അങ്ങനെ ഒരു വ്യത്യാസം ഫീൽ ചെയ്തിട്ടുണ്ടോ? ജനറലി ടു ആൻ എക്സ്റ്റെന്റ് എല്ലാ വേൾഡിൽ എവിടെ നോക്കിയാലും പ്രോബ്ലം ഉള്ളവർക്ക് പ്രോബ്ലം ഉണ്ട്. ആ പ്രോബ്ലം നമ്മൾ റെക്ടിഫൈ ചെയ്യാനുള്ള മെത്തേഡ്സും ഉണ്ട്.
ബട്ട് ജനറൽ കൾച്ചർ വെച്ച് നോക്കുമ്പോൾ ഇവിടെ പുറത്തിറങ്ങിയിട്ട് അങ്ങനെ എല്ലാവരെയും നോക്കി സ്മൈൽ ചെയ്യുന്ന ഒരു നേച്ചർ ഇല്ല. ബട്ട് എബ്രോഡ് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ചില പെർട്ടിക്കുലർ രാജ്യത്ത് അവർ പോകുമ്പോൾ തന്നെ സ്മൈൽ ചെയ്യും. ലേഡീസിന് ക്യൂ നിൽക്കുകയാണെങ്കിൽ ലേഡീസിന് ഫസ്റ്റ് ലിഫ്റ്റ് ഓഫർ ചെയ്യും, അല്ലെങ്കിൽ പ്ലേറ്റ് ഓഫർ ചെയ്യും. അങ്ങനത്തെ ചില മാനേഴ്സ് ആൻഡ് എറ്റിക്കറ്റ്സ് അവിടെ കൂടുതലാണ്. ദാറ്റ് അഗെയിൻ ഇസ് ഗുഡ്. നമ്മൾ വി ഫീൽ റെസ്പെക്റ്റഡ്. അതുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ക്ലാസ് എടുക്കുമ്പോൾ തന്നെ എങ്ങനെയാ അവിടുത്തെ ആളുകളുടെ ഒരു റെസ്പോൺസ് എങ്ങനെയാണ്? നമ്മുടെ ഇവിടത്തെക്കാളും എന്തെങ്കിലും ഡിഫറൻസ് ഫീൽ ചെയ്തിട്ടുണ്ടോ? അതോ ടു ബി ഓണസ്റ്റ് നമ്മളുടെ അത്രയും അറിവ് ഒരു പക്ഷേ അവർക്കില്ല. ബിക്കോസ് നമ്മളെ കൺസിഡർ ചെയ്യുന്നത് വളരെ ഹൈ പ്ലാറ്റ്ഫോമിലാണ്. എസ്പെഷ്യലി ഇന്ത്യൻ ട്രെയിനേഴ്സ് ആർ കൺസിഡർഡ് വെരി ഗുഡ് ആൻഡ് ഭയങ്കര നോളജബിൾ. ദേ വുഡ് ലവ് ടു ലിസൺ ടു ഇന്ത്യൻ ട്രെയിനേഴ്സ്. ഈവൻ എൻ്റെ ഗുരുക്കന്മാർ തന്നെ പലരും എബ്രോഡിൽ നിന്ന് വന്നിട്ടുള്ളവരുണ്ട്. സോ വെൻ ഐ സേ ദാറ്റ് ഞാൻ മൈൻഡ് പവർ ട്രെയിനർ ആണ്, കൗൺസിലർ ആണ്, ഞാൻ സ്പിരിച്വൽ സയന്റിസ്റ്റ് ആണ് എന്ന് പറയുമ്പോൾ തന്നെ അവർ നമുക്ക് തരുന്ന റെസ്പെക്ട്, ദാറ്റ് ഈസ് ട്രെമെൻഡസ്. അവർ പറഞ്ഞ നിങ്ങളാണ് ശരിക്കും, ഞങ്ങൾ ഇവിടെ നിന്നൊക്കെ പഠിച്ചിട്ട് പോയിട്ടാണ് നിങ്ങൾക്ക് തന്നെ കൊണ്ടുവന്ന് തരുന്നത്. യു ഹാവ് ടു റൂൾ ദ വേൾഡ് എന്ന് പലരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇവിടെയുള്ള ആൾക്കാരുടെ ഈച്ച് ആൻഡ് എവറി സെല്ലിൽ വരെ ആ പണ്ടത്തെ ആ ജ്ഞാനം ഉണ്ട് എന്നാണ് സയന്റിഫിക്കലി പറയുന്നത്. നമ്മളുടെ രാജ്യത്തിന്റെ മഹത്വം പലപ്പോഴും ഇന്ത്യൻസ് അറിയുന്നില്ല, അല്ലെങ്കിൽ ഭാരതീയർ, എനിക്ക് അങ്ങനെ പറയാനാണ് കുറച്ച് കൂടുതൽ ഇഷ്ടം, അറിയുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പം സ്പിരിച്വൽ സയന്റിസ്റ്റ് എന്നൊരു വാക്ക് പറഞ്ഞു. എന്താണ് ആക്ച്വലി ഒന്ന് വളരെ ചുരുക്കി പറയാമോ? സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പോൾ പൊതുവേ നമ്മുടെ മനസ്സിൽ വരുന്നത് എന്താ പറയുന്നത്, ഏത് പർട്ടിക്കുലർ റിലിജിയന്റെയും ടോപ്പിലിരിക്കുന്ന കുറെ വ്യക്തികളെന്നോ അവരൊക്കെയാണ് സ്പിരിച്വൽ. ഞാൻ അതല്ല ഉദ്ദേശിക്കുന്നത്. ദേ ആർ ഇൻ ടു സ്പിരിച്വാലിറ്റി ഓഫ് കോഴ്സ്. പക്ഷേ സ്പിരിച്വൽ സയൻസ് ആൻഡ് സ്പിരിച്വാലിറ്റി ആർ ടു ഡിഫറെന്റ് തിങ്സ്. ഞാൻ സ്പിരിച്വൽ സയന്റിസ്റ്റ് ആണ്. ഞാൻ സ്പിരിച്വൽ പേഴ്സൺ എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, സ്പിരിച്വൽ സയന്റിസ്റ്റ് ആണ്. സോ എന്താണ് സയൻസ് എനർജി വേൾഡിനെ പറ്റി പറയാനുള്ളത്, വാട്ട് ഈസ് ദ റിസർച്ച് ബിഹൈൻഡ് ഇറ്റ്, അതൊക്കെയാണ് ചെയ്യുന്നത്. അതിനകത്ത് ഒരുപാട് പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് അതിനുള്ള ട്രെയിനിങ്സും കൊടുക്കാറുണ്ട്. ലൈഫിൽ ഓരോ പ്രത്യേക സിറ്റുവേഷനിൽ തളർന്നു പോകുന്ന ആൾക്കാരാണ് നമ്മൾ. എല്ലാ മനുഷ്യർക്കും ഉണ്ടാവാം ഏതെങ്കിലും സിറ്റുവേഷനിൽ നമുക്ക് എങ്ങനെ ഇനി മുന്നോട്ട് പോകുന്നുള്ള ചിന്ത ഉണ്ടാവാം, അല്ലെങ്കിൽ ഞാൻ ഇനി എന്ത് ചെയ്യും, എനിക്ക് ആരും ഇല്ലല്ലോ, പല പല സിറ്റുവേഷനിൽ. ഇപ്പൊ എല്ലാവരും ചുറ്റും ഉണ്ടെങ്കിലും ഒരു ഹസ്ബൻഡ് വൈഫ് തമ്മിലുള്ള ഒരു വഴക്ക്, ചെറിയൊരു വഴക്കാവാം, അപ്പൊ നമുക്ക് തോന്നും എനിക്ക് ആരും ഇല്ല എന്നുള്ളൊരു തോന്നൽ വരാം. എല്ലാ ആൾക്കാരും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഫേസ് ചെയ്യാറുണ്ട്. ഇത്തരം ജീവിതത്തിൽ പെട്ടെന്ന് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നാൽ എങ്ങനെയാ നമുക്ക് തിരിച്ച് നോ എനിക്ക് എല്ലാവരും ഉണ്ട്, ഈ ഒരു സിറ്റുവേഷൻ എനിക്ക് ഫേസ് ചെയ്തേ പറ്റൂ എന്നുള്ളൊരു തോന്നൽ എങ്ങനെ മൈൻഡിന് പെട്ടെന്ന് കൊടുക്കാം? ഒരു ചെറിയൊരു ടിപ്പ്. നമ്മുടെ ആ മൈൻഡ് സെറ്റ് ആണ്. പൊതുവെ മാരേജ് കഴിയുമ്പോഴേക്കും എസ്പെഷ്യലി ലേഡീസിനാണ് കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ളത്, എന്താ തീരെഴുതി കൊടുക്കുന്ന പോലെ, ഈ വ്യക്തി എനിക്ക് ഇന്നയൊക്കെ ചെയ്ത് തന്നോളണം, ഈ വ്യക്തി എന്നെ ഇത്ര ടൈംസ് അപ്രീഷിയേറ്റ് ചെയ്യണം, ഈ വ്യക്തി എനിക്ക് ഇങ്ങനെയൊക്കെ കെയർ തരണം. ആ വ്യക്തി പുരുഷന്മാരെ വെച്ച് നോക്കുമ്പോൾ അവർക്ക് 100 കൂട്ടം കാര്യങ്ങളുണ്ട് ചിന്തിക്കാൻ. ഇന്ന് തന്നെ ഞാൻ ഓർത്തുള്ളൂ എത്രയോ ലേഡീസ് ജോലി ഇല്ലാതിരിക്കുന്നു. ആൻഡ് വേർ ഡു ദേ ഗെറ്റ് ഫുഡ് ഫ്രം? ജെൻസ് ആണ് പലപ്പോഴും സമ്പാദിച്ചുകൊണ്ട് കൊടുക്കുന്നത്. അവർക്ക് അതിൻ്റെതായ ടെൻഷനും അതിൻ്റെതായ ലോകത്തുമാണ് അവര്. സോ ചെറിയ ചെറിയ ഇഷ്യൂസ് ചിലപ്പം ശ്രദ്ധിക്കാൻ സമയം കിട്ടിയില്ല, ഒന്ന് അറിവില്ലായ്മ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ തന്നെ ശ്രദ്ധിക്കാനുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടാവില്ല. സോ നമ്മൾ ഒരു വ്യക്തിയിൽ നിന്നും ഇത് വേണം എന്ന് ആഗ്രഹിക്കാതെ we can take it from friends around us. ഇപ്പോൾ നമ്മൾക്ക് നല്ല ലേഡീസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഒത്തിരി പേര് സംസാരിക്കാനുണ്ടെങ്കിൽ നമ്മൾ അത് അവരോട് സംസാരിച്ച് തീർക്കുന്നു. അവരുടെ കയ്യിൽ നിന്ന് കുറേ അപ്രീസിയേഷൻസും കുറേ സ്ട്രോക്സും കുറേ പോസിറ്റീവ് ഇമോഷൻസും ഒക്കെ കിട്ടുമ്പോൾ നമ്മൾ ഒരുവിധം ഒന്ന് ഓക്കെ ആയി. ബാക്കിയുള്ളത് ഫാമിലിയിൽ നിന്നും കിട്ടിക്കഴിയുമ്പോഴേക്കും വി ആർ ഓക്കെ. എം ടി ആയിട്ടൊരു വെസലിൽ ഒരാൾ തന്നെ നിറയ്ക്കണം എന്ന് വിചാരിച്ചാൽ ബുദ്ധിമുട്ടാണ്. എല്ലാവരും കൂടെ നിറയ്ക്കാനാണെങ്കിൽ കുറച്ച് എല്ലാവരിൽ നിന്നും ആക്സെപ്റ്റ് ചെയ്യാം. നമ്മൾ ഏതെങ്കിലും ഒരു മേഖലയിലേക്ക് എത്തിപ്പെടണം നമുക്കൊരു ആഗ്രഹം ഉള്ളത് കൊണ്ടായിരിക്കുമല്ലോ. എസ്പെഷ്യലി ഇപ്പൊ അതൊക്കെ തന്നെയാണല്ലോ പഠിപ്പിക്കുന്നതും. നമ്മൾ ഫോക്കസ്ഡ് ആയിരിക്കണം, എവിടെ എത്തണം, നമുക്കൊരു ലക്ഷ്യം വേണം എന്നൊക്കെ ഒരുപക്ഷെ പറയുന്നുണ്ടാവാം പലരോടും. എന്തുകൊണ്ടാണ് ഈ ഒരു മേഖല ചൂസ് ചെയ്തത്? ബൈ ചാൻസ് ആണോ ബൈ ചോയ്സ് ആണോ എന്ന് ചോദിച്ചാൽ ബൈ ചോയ്സ് അല്ല, ബൈ ചാൻസ് ആണ്. അപ്പം ഏതൊരു വ്യക്തിയുടെയും ലൈഫിൽ കൂടെ കടന്നു പോകുമ്പോൾ ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. സോ എനിക്ക് ഡൗൺ ഫേസ് വരുമ്പോഴൊക്കെ ഞാൻ ചിന്തിച്ചു എങ്ങനെ ഇതിൽ നിന്ന് പുറത്തു വരാം. ഐ നെവർ സെഡ് ഓക്കെ ഞാൻ ഇങ്ങനെ ആയിപ്പോയി, എനിക്ക് ഇങ്ങനെ ജീവിച്ചേ പറ്റുള്ളൂ. എനിക്ക് ആ സ്റ്റേജിൽ ജീവിക്കാൻ ഒട്ടും പറ്റിയിരുന്നില്ല. എന്തൊക്കെ നെഗറ്റീവ് സിറ്റുവേഷൻ വന്നാലും എന്താണ് ഞാൻ ഇതിൽ നിന്ന് പഠിക്കാനുള്ളത്? അങ്ങനത്തെ പഠനത്തിന്റെ ഭാഗമായിട്ടാണ് എൻ്റെ ഗുരു ഡോക്ടർ പി വിജയൻ അദ്ദേഹത്തിന്റെ ട്രെയിനിങ് പ്രോഗ്രാമിന് ഞാൻ പോയത്. അതിനുശേഷം അതിലുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ലൈഫിൽ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയപ്പോൾ എൻ്റെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു. ആൻഡ് ദ പീപ്പിൾ ഹു സ്പോക്ക് നെഗറ്റീവ് അബൌട്ട് മീ അവരെല്ലാവരും തിരിച്ച് പോസിറ്റീവായിട്ട് പറയാൻ തുടങ്ങി.
സോ ഇറ്റ് വാസ് ആക്ച്വലി എ വണ്ടർഫുൾ വേൾഡ്. അപ്പോൾ പിന്നെ എനിക്കിത് എന്തുകൊണ്ട് ഈ നോളജ് മറ്റുള്ളവരേക്ക് ഷെയർ ചെയ്ത് വിടാന്ന് തോന്നി. അങ്ങനെ ചെറിയ രീതിയിൽ തുടങ്ങി ഇപ്പോൾ ഈ ലെവൽ വരെ, ഈ ലെവലിലെങ്കിലും ഈശാനുഗ്രഹം കൊണ്ട് എത്തി നിൽക്കുന്നു. നമ്മൾ ജീവിക്കുന്നതിന് ഓരോ റീസൺ ഉണ്ട്. പലരും പല റീസണാ പറയുന്നത്. പക്ഷെ അതിന്റെയൊക്കെ ഒരു ഉള്ളടക്കം എന്ന് പറഞ്ഞാൽ നമ്മളെ സ്നേഹിക്കാൻ അല്ലെങ്കിൽ നമുക്ക് സ്നേഹിക്കാൻ ആരെങ്കിലും ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ആ സ്നേഹം ഇല്ലെങ്കിൽ നമ്മൾ ഇല്ലാത്ത പോലത്തെ ഒരു ഫീലിംഗ് ആണ്. എവിടെ ഇപ്പൊ കുട്ടികളാണെങ്കിൽ അച്ഛനമ്മമാരെ ഭാര്യ ഭർത്താവ് കുട്ടികൾ അങ്ങനെ പല പല ഇതായിട്ട് ചുറ്റപ്പെട്ട് കിടക്കാം നമ്മുടെ സ്നേഹം. സ്നേഹം എന്താണെന്ന് ചോദിച്ചാൽ അതിന് പ്രത്യേകിച്ച് ഒരു ഡെഫിനിഷൻ പറയാനില്ല. ആരോടോ എന്തിനോടോ തോന്നുന്ന ഒരു ഇഷ്ടം. ഇതിനപ്പുറത്തേക്ക് എന്താണ് സ്നേഹം? ഓക്കെ, സ്നേഹത്തിനെ പറ്റി ഒരുപാട് കൺഫ്യൂഷൻസ് നമ്മുടെ ഇതിലുണ്ട്. അതായത് പ്രത്യേകിച്ച് നമ്മുടെ ലാംഗ്വേജിൽ. ഇപ്പോൾ ഒരു അമേരിക്കൻ അദ്ദേഹത്തിനൊരു സ്നേഹം തോന്നുമ്പോൾ ഐ ലവ് യു ഡാഡി, ഐ ലവ് യു ഹണി, മേ ബി വൈഫിൻ്റെ അടുത്ത് ഐ ലവ് യു ബേബി, എല്ലാത്തിനും കൂടെ ഒരു ഐ ലവ് യു ആണുള്ളത്. ലവ് എന്ന് പറഞ്ഞൊരു ഒറ്റ വാക്കാണുള്ളത്. പക്ഷെ ഇവിടെ അതിന് പ്രണയം എന്നർത്ഥമുണ്ട്, സ്നേഹം എന്നർത്ഥമുണ്ട്, ഇഷ്ടം എന്നർത്ഥമുണ്ട്. എല്ലാ ടൈപ്പ് ഓഫ് ഇതും കളേഴ്സും അതിനകത്ത് വരുന്നുണ്ട്. സോ ഇതിനകത്ത് ഏറ്റവും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് പ്രണയമായതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഈ ഐ ലവ് യു ഒക്കെ പറയുന്നത് പലപ്പോഴും കോളേജിൽ വെച്ചങ്ങ് നിന്ന് പോവാണല്ലേ. പക്ഷേ എൻ്റെ ട്രെയിനിങ്ങിൽ ഞാൻ പറയാറുണ്ട്, നമ്മൾ കുഞ്ഞുങ്ങളോടും ഹസ്ബൻഡിനോടും ഈ പറഞ്ഞ പോലെ എല്ലാവരുടെ അടുത്തും പേരൻസിനോടാണെങ്കിലും വി ഹാവ് ടു എക്സ്പ്രസ് അവർ ലവ്. താഴിട്ട് പൂട്ടി വെക്കേണ്ടതല്ല സ്നേഹം. പ്രകടിപ്പിക്കാത്ത സ്നേഹം കൊണ്ട് യാതൊരു യൂസും ഇല്ല. സോ അതാണ് സ്നേഹത്തിന്റെ വേരിയൻസ് എന്ന് പറയുന്നത്. അതുപോലെ ഞാൻ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ബാച്ചാണ് ഈ 11th 12th +2 ഗ്രൂപ്പ്. അവർക്ക് ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ അതിനകത്തൊരു പ്രത്യേക മൊഡ്യൂൾ തന്നെയുണ്ട്, ദ തിയറി ഓഫ് ലവ്. സോ അതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കേണ്ടത് എന്താണ് ഇൻറ്റിമസി, എന്താണ് പാഷൻ, എന്താണ് കമ്മിറ്റ്മെന്റ് എന്നൊക്കെ. സോ പലരും പിന്നീട് ഇപ്പം പണ്ട് ട്രെയിനിങ് എടുത്ത കുട്ടികൾക്ക് ഇപ്പോൾ അമ്മമാരാവണു ആ ഒരു സ്റ്റേജ് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ ഓടിയൊന്നും പറയാറുണ്ട്, ഞങ്ങൾ എഞ്ചിനീയറിംഗ് ഒക്കെ പഠിക്കുമ്പോൾ പലരും ഇങ്ങനെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞങ്ങൾക്ക് അറിയാം ഡോപ്പമൈൻ എഫക്റ്റ് ആണോ അത് ഇതാണോ എന്നൊക്കെ. ആ തിയറി വരെ അവർ ഓർത്തിരിക്കുന്നുണ്ട്. അല്ല, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഒരാള് നമ്മളെ വന്ന് പ്രപ്പോസ് ചെയ്യുമ്പോൾ അത് ജെനുവിൻ ആണോ അല്ലയോ എന്ന് എങ്ങനെ മനസ്സിലാവും? അല്ല, പ്രപ്പോസ് ചെയ്യുമ്പോഴല്ല, ബട്ട് ദർ ആർ മെനി മെത്തേഡ്സ് ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് റീഡ് ഇറ്റ്. ബേസിക്കലി ഈ തിയറി മനസ്സിലാക്കി കഴിഞ്ഞാൽ ദെൻ ചിൽഡ്രൻ വിൽ ബി എ ലിറ്റിൽ ബിറ്റ് കെയർഫുൾ. ഒരു 25 years എത്തുമ്പോൾ നമുക്ക് പലതും തിരിച്ചറിയാം. അതുപോലെയല്ല 15 വയസ്സിലും 17 വയസ്സിലും ഒക്കെ. പൊതുവെ നമ്മൾ കാണാറുണ്ട്, സുഹൃത്തുക്കള് നല്ല സുഹൃത്തുക്കളായിരിക്കുന്നവർക്ക് ഏതോ ഒരു സ്റ്റേജിൽ എപ്പോഴോ പ്രണയം തോന്നുക. പലപ്പോഴും പ്രണയിക്കുന്നവർക്ക് ഒരു പക്ഷെ നല്ല സുഹൃത്തുക്കളാവാൻ പറ്റിയില്ലെന്നും വരാം. നല്ല ഭാര്യ ഭർത്താക്കന്മാര് കല്യാണം കഴിച്ച് കുറെ നാൾ കഴിഞ്ഞ് ഡിവോഴ്സ്ഡ് ആവുന്നു. എന്നിട്ട് അവര് പറയുന്നു ഞങ്ങൾക്ക് ഒന്നിച്ച് ജീവിക്കാൻ പറ്റുന്നില്ല, പക്ഷെ ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ് എന്ന് പറയുന്നവരും ഉണ്ട്. ഈ സൗഹൃദം അല്ലെങ്കിൽ ഒരേ മേഖലയിൽ ജോലി ചെയ്യുന്നവര്, ഒരേപോലെ ചിന്തിക്കുന്നവര്, ഒരേ പുസ്തകം വായിക്കുന്നവരൊക്കെ എപ്പോഴെങ്കിലും ഏതെങ്കിലും കാലഘട്ടത്തിൽ പ്രണയത്തിൽ വീഴാം. അത് വിവാഹിതരാവാം, വിവാഹിതരല്ലാത്തവരാവാം, മറ്റൊരാളെ വിവാഹം കഴിച്ച് വേറൊരാളോട് പ്രണയം തോന്നുന്നവരാവാം. പ്രണയം അങ്ങനെ ഭയങ്കര ഒരു വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണല്ലോ. എന്താണ് ആക്ച്വലി അങ്ങനെ തോന്നാൻ കാരണം? ഒരു സുഹൃത്തിനോട് പിന്നീട് എപ്പോഴെങ്കിലും ഒരു പ്രണയം തോന്നുന്നതിന്റെ റീസൺ എന്താ? പ്രണയത്തിന്റെ തിയറിയിൽ ഒരുപാട് കാര്യമുണ്ട്. ഒന്ന് പ്രോക്സിമിറ്റി, അതായത് ഇവിടെ ഇരുന്നുകൊണ്ട് ഇപ്പം മറ്റേ ചാറ്റിലൂടെയൊക്കെ പോസിബിൾ ആണ്. എന്നിരുന്നാലും ഫിസിക്കൽ ഡിസ്റ്റൻസ് ഒരു ഇഷ്യൂ ആണ്. പിന്നെ ഗെയിൻ ഒരേ ടേസ്റ്റും താല്പര്യങ്ങളും ഇങ്ങനെ ഒരുപാട് ചേരുവകൾ ചേരുമ്പോഴാണ് അത് ഇഷ്ടമായിട്ട് മാറുന്നത്. ഇപ്പോൾ എനിക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള ലേഡി സുഹൃത്തുക്കളുണ്ട്, പക്ഷെ അതിന് പ്രണയം എന്ന് നമുക്ക് ടേം കൊടുക്കാൻ പറ്റില്ല. പക്ഷെ ദേ ആർ വെരി ഇമ്പോർട്ടൻറ്റ് ടു മീ. അവർക്ക് എന്ത് വിഷമം വന്നാലും എനിക്കത് എൻ്റെ വിഷമമായിട്ട് തന്നെ തോന്നും. സോ ദാറ്റ് ഇസ് എ ഡിഫറെൻറ്റ് വേരിയേഷൻ. ഇന്റൻസിറ്റി സെയിം ആയിരിക്കും. അറ്റ് ദ സെയിം ടൈം പാർട്ട്ണറോടുള്ള സ്നേഹം എന്ന് പറയുന്നത് ഇതേ ഇന്റൻസിറ്റി ആയിരിക്കും, പക്ഷെ കുറെ റോളുകൾ അവിടെ ഡിഫറെന്റ് ആയിട്ട് കുറച്ച് റോളുകൾ ഉണ്ടെന്നേ ഉള്ളൂ. ഇന്റൻസിറ്റി വിൽ ബി അത് നമ്മളുടെ ഏറ്റക്കുറച്ചിലുകൾ പോലെ ഇരിക്കും. സ്നേഹം എപ്പോഴും സ്നേഹം തന്നെയാണ് അല്ലേ? അത് കുറയുന്നില്ല, എക്സ്പ്രസ് ചെയ്യുന്നതിന്റെ രീതിയിൽ വരുന്ന വ്യത്യാസമാണ്. കറക്റ്റ്. അത് കുറയുന്നില്ല. പലരുടെ ഒരു മിസ്കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൗൺസിലിംഗിന് വരുമ്പോൾ സ്നേഹിക്കണില്ല, അല്ലെങ്കിൽ ഈ ലേഡി എന്നെ സ്നേഹിക്കണില്ല എന്ന് പറയുമ്പോൾ കുഞ്ഞുണ്ടായി കഴിഞ്ഞപ്പോൾ സ്നേഹം പോയി കേൾക്കാറുണ്ട്. അതെ അതെ. എനിക്ക് ഈ സ്നേഹത്തിന് ഇങ്ങനെ അളവൊക്കെ ഉണ്ടോ? ഒരു പാത്രത്തിൽ കുറച്ച് സ്നേഹം അവിടെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ബാക്കി ഒരാൾക്കുള്ളൂ, അങ്ങനെയില്ല. ഒരു അമ്മയ്ക്ക് രണ്ടാമത്തെ കുഞ്ഞുണ്ടാകുമ്പോഴോ മൂത്ത കുഞ്ഞിനോട് സ്നേഹം കുറയുന്നുണ്ടോ? ഇല്ല, ഈക്വലാണ്. അത് ഡെഫിനറ്റ്ലി അതിനകത്ത് ഒരുപാട് അബണ്ടന്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന എത്ര പേരെ വേണമെങ്കിലും നമുക്ക് ഒരേപോലെ നമുക്ക് ഇഷ്ടം സ്നേഹം ഒക്കെ നമുക്ക് തോന്നാം. അത് ഇഷ്ടം സ്നേഹത്തിനൊക്കെ പ്രത്യേകിച്ച് ഡെഫിനിഷൻസ് ഉണ്ട്. ആ രീതിയിൽ നമുക്ക് ഇഷ്ടംപോലെ ആൾക്കാരെ തോന്നും. ബട്ട് മേ ബി പ്രണയമൊക്കെ സോഷ്യൽ ഇത് വെച്ച് നോക്കുമ്പോൾ പ്രണയമൊക്കെ മേ ബി വൺസ് ഓർ മേ ബി അങ്ങനത്തെ ചില ലിമിറ്റേഷൻസ് ഉണ്ടാവും. ദാറ്റ്സ് ഓൾ. അതേ ഉള്ളൂ. ഒരാൾക്ക് ഇപ്പം വളരെ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു ചെറിയൊരു ടിപ്പ് എന്നുള്ള രീതിയിൽ ഒരു
നല്ലൊരു ഹ്യൂമൻ ബീയിങ് ആവാൻ അല്ലെങ്കിൽ സൊസൈറ്റിയിൽ നല്ലൊരു സ്ഥാനം നേടാനായിട്ട് ബേസിക്കലി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ്? വൺ തിങ്, ഈ നിമിഷം ഞാൻ ഏത് വൈബ്രേഷനിലാണ് ഇരിക്കുന്നതെന്ന് ചെക്ക് ചെയ്താൽ മതി. ഇപ്പോൾ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മേ ബി പീസ് ആൻഡ് കാം, ആ ഒരു വൈബ്രേഷൻ ആയിരിക്കും. ചിലപ്പോൾ ഞാൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഓട്ടോക്കാരൻ ചാടുമ്പോഴായിരിക്കും പെട്ടെന്ന് ഈ സ്വിച്ച് ചെയ്ത് ആങ്കറിലോട്ട് പോകും. ആ ആങ്കറിലോട്ട് പോയാൽ തിരിച്ചെങ്ങനെ ഇതിലോട്ട് വരാം ആ നിമിഷം തന്നെ. ദാറ്റ് വി ഹാവ് ടു ലേൺ. എന്നിട്ട് എപ്പോഴും പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഇമോഷൻസ് ഉണ്ട്, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് വൈബ്രേഷൻ ഉണ്ട്. ഇത് തരം തിരിച്ച് നമ്മൾ കാണുകയും ഇന്നതൊക്കെയാണ് പോസിറ്റീവ് വൈബ്രേഷൻ എന്നും അതിൽ കൂടുതൽ ഇരിക്കാനായിട്ട് ശ്രമിക്കുകയും വേണം. അതൊരു ഫോഴ്സ്ഫുള്ളി അല്ല, നമ്മൾ കുറേ തിയറിയൊക്കെ മനസ്സിലാക്കി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ വൈബ്രേഷനിലായിരിക്കും. ഏതൊരു വ്യക്തിക്ക് ലൈഫിൽ നെഗറ്റീവ് വരാം. ഇപ്പം എൻ്റെ ഗുരുക്കന്മാരുണ്ട്, അവരെല്ലാം വളരെ ഹൈലി പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അവരുടെ ലൈഫിലും ട്രാജഡീസ് വരാറുണ്ട്. ബട്ട് ദ വേ ദേ ടേക്ക് ഇറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം എ കോമൺ മാൻ. അപ്പൊ എല്ലാ സിറ്റുവേഷനിലും കൂടെ കടന്നു പോകുന്ന ആൾക്കാരൊക്കെ തന്നെ നമ്മൾ പറയാം അവരെന്ത് ഹാപ്പിയാണ്, അവർക്ക് ഒരു പ്രശ്നങ്ങളില്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം അവരുടെ ലൈഫിലും ഉണ്ട് നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും അവർക്കും ഉണ്ട്. പക്ഷെ എല്ലാവരുടെയും പ്രശ്നങ്ങളുടെ തലം വ്യത്യാസം ഉണ്ടെന്നുള്ള മാത്രമേ ഉള്ളൂ. പിന്നെ എങ്ങനെ നമ്മൾ അതിനെ കാണുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ ഒരാൾക്ക് അസുഖമാവാം, ചിലപ്പോൾ ഒരാൾക്ക് ഫിനാൻഷ്യൽ ഡിഫിക്കൽട്ടി ആവാം. അതിനെ നമ്മൾ എങ്ങനെ പോസിറ്റീവായിട്ട് എടുക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ വിജയം, അല്ലേ? കുറെയൊക്കെ ഞാനും പഠിച്ചു. എന്തായാലും ചെറിയ ടിപ്സ് ഒക്കെ പറഞ്ഞു തന്നു. അത്യാവശ്യം പോസിറ്റീവായിട്ടുള്ള ഒരു ചിന്തയിലേക്ക് നയിക്കാൻ കുറെയൊക്കെ സാധിച്ചു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.